ഗൾഫ് ഉൾപ്പെടെ അയൽരാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷൻസ്ക്യാനാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ഇറാന് നേരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്നും പെഷൻസ്ക്യാൻ വ്യക്തമാക്കി. ഇറാന്റെ സമ്പൂർണ്ണ നാശം പരിഗണനയിലുണ്ടെന്ന ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തി. സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാൻ ഗൾഫ് രാജ്യങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് പെഷൻസ്ക്യാൻ പറഞ്ഞു. ആക്രമിക്കേണ്ടി വന്നതിൽ ഗൾഫ് രാജ്യങ്ങളോട് ഇറാൻ പ്രസിഡന്റ് ക്ഷമ ചോദിച്ചു. അതേസമയം ഇസ്രായേലിനെതിരായ ഇറാന്റെ ആക്രമണം ശക്തമായി തുടരുകയാണ്. ഇറാൻ ശക്തമായ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ഉപരോധം മറികടക്കാനാവാതെ നിരവധി ചരക്കുകപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നുവെന്ന പ്രഖ്യാപനത്തിനിടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസ് ഭാഗികമായി പുനരാരംഭിച്ചു. ഖത്തർ വ്യോമപാത തുറന്നതോടെ ഇന്നു രാവിലെ ദോഹയിൽ നിന്ന് ലണ്ടനിലേക്ക് വിമാനം പുറപ്പെട്ടു. സംഘർഷത്തിന് ശേഷം ദോഹയിൽ നിന്ന് പുറപ്പെടുന്ന ആദ്യ വിമാനമാണിത്. രാവിലെ UAEക്ക് നേരെയുണ്ടായ കനത്ത വ്യോമാക്രമണത്തിന് പിന്നാലെ എമിറേറ്റ്സ് വിമാനങ്ങൾ സർവീസ് നിർത്തുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും ഉടൻ തീരുമാനം പിൻവലിച്ചു. മീഡിയ 1 ദുബായ്.